അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതി MK നാസറിന്റെ ശിക്ഷ മരവിപ്പിച്ചു. ഹൈക്കോടതിയിലാണ് ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. MK നാസർ 9 വർഷം ജയിലിൽ കിടന്നത് കണക്കിലെടുത്താണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, വീണ്ടും ജോസഫിന് നീതി നിഷേധം തന്നെയാണ് എന്ന് നമുക്ക് ഇതിനെ വിലയിരുത്തേണ്ടി വരും. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ MK നാസറിന്റെ ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നത്? ലക്ഷ്മി, 2010 ജൂലൈയിലാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാള വിഭാഗം അധ്യാപകനായ TJ ജോസഫിന്റെ കൈവെട്ടുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും ഈ സംഭവം അന്ന് മൂവാറ്റുപുഴയിൽ ഉണ്ടാകുകയും ചെയ്തത്. ഈ ഒരു ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ആണ് ഇത്തരത്തിലൊരു മുഹമ്മദ് നബിയെ നിന്ദിച്ചു എന്നാരോപിച്ചായിരുന്നു ഒരു വിഭാഗം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തിയത്. ഇതിൽ 31 പേരെയായിരുന്നു NIA പ്രതി ചേർത്തിരുന്നത്. ഇതിൽ ഭീകരവാദ പ്രവർത്തനം ഉൾപ്പെടെ ആരോപിച്ച് NIA ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. 33 പ്രതികൾ വിചാരണ ഇതിൽ നേരിട്ടു. വിചാരണ കോടതി 13 പ്രതികളെ ശിക്ഷിക്കുകയും 18 പ്രതികളെ 2015 വെറുതെ വിടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ രണ്ടാം ഘട്ട ട്രയലിൽ, അതായത് രണ്ടാം ഘട്ട വിചാരണയിലാണ് ഈ മുഖ്യ സൂത്രധാരൻ എന്ന് NIA കണ്ടെത്തിയ MK നാസർ, കുഞ്ഞുണിക്കര സ്വദേശിയായ MK നാസർ വിചാരണ നേരിടുന്നത്. ജീവപര്യന്തം ശിക്ഷയായിരുന്നു NIA കോടതി MK നാസറിന് വിധിച്ചിരുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയും അപ്പീൽ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയും ചെയ്തു. ഇതിൽ കോടതി കണ്ടെത്തിയത് 9 വർഷമായി ജയിലിൽ കിടന്നു എന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ താൽക്കാലികമായി ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ അപ്പീലിൽ വിശദമായ വാദം നടക്കും. അതിനുശേഷമായിരിക്കും ശിക്ഷ പൂർണ്ണമായും മരവിപ്പിക്കണോ അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കണോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കോടതി കടക്കുക. ഏതായാലും ഈ അപ്പീൽ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനിയും സമയം വൈകും. കൂടാതെ 9 വർഷമായി ജയിലിൽ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ച് ജാമ്യം നൽകുകയാണ് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. NIA ഇതിനെ എതിർത്തിരുന്നു. NIA കോടതിയിൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം, മുഖ്യ സൂത്രധാരനാണ് ഈ കൈവെട്ട് കേസിന്റെ, ഗൂഢാലോചനയിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ്, ജാമ്യം നൽകരുത് NIA ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും ഈ ജാമ്യമാണ് നിയമം എന്നത് കണക്കിലെടുത്ത് വർഷങ്ങളോളം ഇത്തരത്തിൽ ജയിലിൽ കിടന്നു എന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഇപ്പോൾ കോടതി ഈ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം നൽകിയിട്ടുള്ളത്. ഷബ്ന, കേട്ടുകേൾവിയില്ലാത്ത കേസായിരുന്നു. ഒരു പ്രൊഫസറുടെ കൈ വെട്ടിയെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് കേട്ട് കേരളമെന്ന് മരവിച്ച, കേരളത്തിന്റെ മനസാക്ഷി മരവിച്ച കേസായിരുന്നു. ഇതിൽ പ്രോസിക്യൂഷൻ പറയുന്നത് MK നാസറായിരുന്നു ഈ സംഭവത്തിന്റെ, ഈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്നാണ്. പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് ബലം പോരായിരുന്നോ കോടതിയിൽ? ലക്ഷ്മി, ഈ NIA തന്നെ സ്ഫോടക വസ്തു നിരോധന നിയമം, UAPA, അതുപോലെ IPC വിവിധ വകുപ്പുകൾ ചുമത്തിയായിരുന്നു MK നാസറിന് അതുപോലെ മറ്റും 13 പ്രതികൾക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ആദ്യഘട്ടത്തിൽ ഒളിവിൽ പോയിരുന്ന MK നാസർ പിന്നീട് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് രണ്ടാം ഘട്ട വിചാരണ നടത്തുന്നത്. ഈ കേസിൽ ആദ്യഘട്ട വിചാരണ ആദ്യം നടത്തുകയും പിന്നീട് MK നാസർ കീഴടങ്ങിയ സാഹചര്യത്തിൽ രണ്ടാം ഘട്ട വിചാരണയിലാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 31 പ്രതികൾ ഉണ്ടായിരുന്നെങ്കിലും 18 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. 13 പേരെയായിരുന്നു ശിക്ഷിച്ചത്. അതുപോലെ UAPAയുടെ 20-ാം വകുപ്പ് പ്രകാരമായിരുന്നു സെഷൻസ് കോടതി ഈ കുറ്റക്കാരനാണ് എന്ന് കണ്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നത്. അതുപോലെ IPC 120B, അതായത് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും ചുമത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഈ ദീർഘനാളായി, അതായത് 9 വർഷമായി ജയിലിൽ കിടക്കുകയാണ്. നേരിട്ട് കോടതിയിൽ കീഴടങ്ങിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രതികൾ, ഈ കേസിലെ സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട, സമാന കുറ്റകൃത്യം ചെയ്തു എന്ന് NIA കണ്ടെത്തിയ മറ്റ് പ്രതികൾ 5 വർഷത്തോളമാണ് തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ളൂ. ഇയാൾ 9 വർഷമായി ജയിലിൽ കിടന്നു എന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതോടൊപ്പം NIA ഈ കേസിൽ ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യ സൂത്രധാരനാണ്, അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കൈവെട്ട് കേസിലെ മുഖ്യ സൂത്രധാരൻ MK നാസറിന് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദ്.